ഇതാണ് എൻ്റെ പഴയ വണ്ടി. ഇത് 2007 മോഡലാണ്. 2007 മോഡല് CD ഡീലക്സ്. ഇത് ഒരുപാട് നല്ല വണ്ടി കേട്ടോ. ഞാൻ എല്ലാവർക്കും ഉപയോഗിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഇതിൻ്റെ ഗുണം എന്തൊക്കെയാണെന്നുള്ള കാര്യം. പിന്നെ അധികം പണികളൊന്നും അങ്ങനെ വരാത്തൊരു വണ്ടിയാണ്. ചെറിയ ടിപ്പുകളൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 10-20 വർഷം ഞാൻ വർക്ക്ഷോപ്പ് ഫീൽഡിൽ ഉണ്ടായത് കാരണം എനിക്കത് കൃത്യമായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഇതിൻ്റെ കഴിഞ്ഞ ടെസ്റ്റിനോടനുബന്ധിച്ച് തന്നെ ഞാൻ ഇതിൻ്റെ നേരത്തെ സ്പോക്സ് ആയിരുന്നു, അത് ഞാൻ ഇപ്പോൾ അലോയ് വീലാക്കി. 2 വീലും ഞാൻ മാറ്റി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈലൻസർ ഞാൻ മാറ്റി. അപ്പോൾ ഇതിൻ്റെ സൈലൻസർ വാട്ടർ സർവീസ് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ ഹോൾ വീണു. അപ്പോൾ എനിക്കൊരു പേടി, എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ഇതിന് പൊട്ടിപ്പോയ ഒരു ഇതാവണ്ടല്ലോ വെച്ച് ഞാൻ സെക്കൻഡ് ഹാൻഡ് തന്നെ സൈലൻസർ വാങ്ങിച്ച് വെച്ചാൽ. പക്ഷേ കുഴപ്പമില്ല, നല്ല കേട്ടോ, നല്ല വലിവും അത് വെച്ച് കഴിഞ്ഞാൽ കിട്ടി. എൻ്റെ പഴയ സൈലൻസറൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്തായാലും രക്ഷയില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. എൻ്റെ ചെറിയൊരു പണിയുണ്ട്, നമുക്കത് ചെയ്ത് നോക്കാം. ഏറെ പൂട്ടി വെച്ചിട്ടുണ്ടെന്ന് നോക്കാം. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എല്ലാ സാധനങ്ങളും ഇതിൻ്റെ വർക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം. അതിന് മുമ്പ് നമുക്കിതിൻ്റെ എയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് പോർട്രോണിക്സിൻ്റെ ഒരു ഇൻഫ്ലേറ്റർ ആട്ടോ. ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നമുക്കൊരു ധൈര്യം തന്നെ അത് ഇങ്ങനെയുള്ള ഗാഡ്ജറ്റുകളാണ്. ഇതിൻ്റെ അകത്ത് 25.5 ഉള്ളൂ. ശരിക്കും നമുക്ക് വേണ്ടത് ഇത് 36 86,140 ഇതിൻ്റെ ഇപ്പോൾ മീറ്ററിൽ കാണിക്കുന്നത്. ഇത് ശരിക്കും റീകൗണ്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ശരിക്കും ഇത് 1,00,000 കിലോമീറ്റർ കഴിയുമ്പോൾ റീകൗണ്ട് ചെയ്ത് വരും. അങ്ങനെ വന്നിട്ടുള്ളതാണ് ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഈ മീറ്ററിലുള്ള ഈ നമ്പേഴ്സ് 86,140. അപ്പോൾ മൊത്തം 1,86,140 ഓടിയ വണ്ടിയാണ്. ഇതിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം, ഞാൻ എപ്പോഴും കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യുമായിരുന്നു. ഞാൻ എപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു കാസ്ട്രോൾ. അത് കാസ്ട്രോളിൻ്റെ ഓയിലിൻ്റെ പരസ്യമൊന്നുമല്ല, ഞാൻ എൻ്റെ അനുഭവം മാത്രമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടായിരിക്കാം ഇത് ഇന്ന് വരെ ഇതിൻ്റെ എഞ്ചിനോ ഒരു സാധനം പണില്ല. ആകെ മാറിയേക്കുന്നത് ഒരു സിലിണ്ടർ കിറ്റ് മാത്രമേ ഞാൻ മാറിയിട്ടുണ്ട്. 2 പ്രാവശ്യം ക്ലച്ചും പണിതുണ്ട്. അതാണ് ഇതിൻ്റെ അകത്ത് ആകെ ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് ഓയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ എഞ്ചിൻ്റെ ലൈഫ് തീർച്ചയായിട്ടും പോകും.